വേനലവധിക്കാലമാണ്. കുട്ടികൾ മാതാപിതാക്കളുടെ കണ്ണുവെട്ടിച്ച് കൂട്ടുകാർക്കൊപ്പം വീടിന് പുറത്തിറങ്ങാം. മക്കൾ അയൽവീട്ടിലോ കളിസ്ഥലത്തോ ഉണ്ടാകുമെന്ന് അച്ഛനമ്മമാർ കരുതും. എന്നാൽ കുട്ടികളുടെ മേൽ രക്ഷിതാക്കളുടെ അതീവ ശ്രദ്ധ വേണം കേട്ടോ. ഒന്ന് കണ്ണു തെറ്റിയാൽ അവരുടെ ജീവിതം പിച്ചി ചീന്താൻ കഴുകന്മാർ കാത്തിരിക്കുന്നുണ്ട്. മിഠായിയും പഴവർഗ്ഗങ്ങളുമൊക്കെ തരാമെന്ന് പറഞ്ഞ് അവർ കുഞ്ഞുങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കും. കൂട്ടം തെറ്റിയാൽ ആരുമില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ ആക്രമിക്കാൻ പോലും മടിക്കാത്തവർ. തൃശൂർ കുഴൂരിലെ 6 വയസ്സുകാരൻ ഇങ്ങനെ കൂട്ടുകാർക്കൊപ്പം കളിക്കാൻ പുറത്തിറങ്ങിയതാണ്. പിന്നെ സംഭവിച്ചത് ഒരു നാടിന് മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ദുരന്തം. 6 വയസ്സുകാരനെ അയൽവാസിയായ യുവാവ് കുളത്തിൽ ചവിട്ടി താഴ്ത്തിയാണ് കൊലപ്പെടുത്തിയത്. എന്താണ് അവിടെ സംഭവിച്ചത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. തൃശൂർ മാള കുഴൂരിലെ 6 വയസ്സുകാരൻ്റെ നിഷ്കളങ്കമായ മുഖം മനസ്സിൽ നിന്നും മായുന്നില്ല. കൂട്ടുകാർക്കൊപ്പം അവധിക്കാലം ആഘോഷിച്ച് നടക്കേണ്ട പ്രായം. എന്നാൽ അയൽവാസിയായ ജോജോയുടെ ക്രൂരത ആ കുരുന്നിനെ മരണത്തിലേക്ക് ചവിട്ടി താഴ്ത്തി. വീടിന് സമീപത്തെ കുളത്തിൽ അവൻ മരണത്തോട് മല്ലടിക്കുമ്പോൾ ഒരാൾ പോലും ആ കുഞ്ഞിൻ്റെ നിലവിളി കേട്ടില്ല. രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചതാണ്. എന്നാൽ കുളത്തിലേക്ക് ജോജോ കുട്ടിയെ 3 വട്ടം തള്ളിയിട്ടു. അവൻ കയറി വരാൻ നോക്കുമ്പോൾ വീണ്ടും തള്ളി. അവസാനം ചവിട്ടി താഴ്ത്തി മരണം ഉറപ്പുവരുത്തി. കുഴൂരിൽ 6 വയസ്സുകാരനെ കൊലപ്പെടുത്തിയത് അതിക്രൂരമായിട്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ലൈംഗിക പീഡനം ചെറുത്ത കുട്ടിയെ കുളത്തിലെറിഞ്ഞ് കൊന്നുവെന്നാണ് പ്രതി ജോജോയുടെ മൊഴി. വീടിന് സമീപത്തെ കുളത്തിലാണ് 6 വയസ്സുകാരനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 6 മണിയോടെ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ആണ് രാത്രി 9-ന് കുളത്തിൽ നിന്ന് മൃതദേഹം കിട്ടിയത്. കാണാതാകുമ്പോൾ കുട്ടിക്കൊപ്പം പ്രതി ജോജോയും ഉണ്ടായിരുന്നു. തുടർന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതി കുറ്റം സമ്മതിക്കുകയായിരുന്നു. കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊന്നതായി യുവാവ് മൊഴി നൽകി. യുവാവിനൊപ്പം കുട്ടി ഓടിപ്പോകുന്ന CCTV ദൃശ്യങ്ങൾ നേരത്തെ ലഭിച്ചിരുന്നു. വീടിനടുത്തുള്ള പാടത്തുവരെ കുട്ടി എത്തിയതായി സൂചന കിട്ടി. ഈ ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു നാട്ടുകാരും പോലീസും അഗ്നിരക്ഷാസേനയും ചേർന്ന് തെരച്ചിൽ നടത്തിയത്. തിരച്ചിലിൽ ജോജോയും ഒപ്പമുണ്ടായിരുന്നു. തുടക്കം മുതൽ ഇയാളുടെ നീക്കങ്ങളിൽ ദുരൂഹത തോന്നിയതോടെയാണ് പോലീസ് ചോദ്യം ചെയ്തത്. കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യത്തെ മൊഴി. കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ മുക്കിക്കൊന്നതായി സമ്മതിക്കുകയായിരുന്നു. ചാമ്പയ്ക്ക തരാമെന്ന് പറഞ്ഞ് കുട്ടിയെ കുളത്തിനരികെ കൊണ്ടുപോയ ശേഷം പ്രതി ജോജോ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കുട്ടി അത് ചെറുത്തതോടെ കുളത്തിലേക്ക് തള്ളിയിടുകയായിരുന്നുവെന്നാണ് പ്രതിയുടെ മൊഴി. കുളത്തിലേക്ക് ജോജോ കുട്ടിയെ 2-3 വട്ടം തള്ളിയിട്ടു എന്നാണ് പോലീസ് പറയുന്നത്. കുട്ടി കയറി വരാൻ നോക്കുമ്പോൾ വീണ്ടും തള്ളിയിട്ടു. അവസാനം ചവിട്ടിത്താഴ്ത്തി മരണം ഉറപ്പുവരുത്തി. കുളത്തിൽ നിന്ന് കുറച്ചപ്പുറത്ത് മാറി ജാതിമരത്തിന്റെ മുകളിൽ കയറിയിരിക്കുമ്പോഴാണ് മറ്റൊരു കുട്ടി ജോജോയെ കാണുന്നത്. കുട്ടിയെ കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല, ഞാൻ തിരിച്ചു പറഞ്ഞു വിട്ടു എന്നാണ് പ്രതി പറഞ്ഞത്. എന്തിനായിരുന്നു കുട്ടിയെ കൊലപ്പെടുത്തിയത് എന്ന കാര്യം ആദ്യഘട്ടത്തിൽ പ്രതി പറഞ്ഞിരുന്നില്ല. ഇടയ്ക്കിടെ മൊഴി മാറ്റി പറഞ്ഞു. കുട്ടി കുളത്തിൽ വീഴുന്നത് കണ്ടു എന്നായിരുന്നു ആദ്യം പ്രതി പറഞ്ഞത്. പിന്നീട് കുട്ടിയുമായി തർക്കമുണ്ടായ കാര്യവും കുളത്തിലേക്ക് എടുത്തിട്ടു എന്നതും സമ്മതിച്ചു. അപ്പോഴും എന്തിനായിരുന്നു തർക്കം എന്നതിൽ
വ്യക്തതയുണ്ടായിരുന്നില്ല. പിന്നീട് വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കാനുള്ള ശ്രമം ചെറുത്തതിനാൽ കുളത്തിൽ മുക്കിക്കൊല്ലുകയായിരുന്നുവെന്ന് പ്രതി സമ്മതിച്ചു. ഈ പ്രതി എന്ന് പറഞ്ഞ ആൾ നമ്മുടെ കസ്റ്റഡിയിലുണ്ട്. 22 വയസ്സുള്ള ഒരാളാണ്. അയാളുടെ വീട് ഒരു 250 മീറ്റർ അടുത്താണ്. അയാൾ ഈ കുട്ടികളെല്ലാം അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് വന്നിട്ട് ഈ കുട്ടിയെ അയാൾ വിളിച്ച് ഒഴിഞ്ഞ സ്ഥലത്തോട്ട് പോയിട്ട് കുട്ടിയോട് ഇയാൾ മിസ്ബിഹേവ് ചെയ്യും. കുട്ടിയെ അയാൾ മോശമായ രീതിയിൽ പെരുമാറും. മനസ്സിലായി. കുട്ടി എതിർത്തു. കുട്ടി അമ്മയോട് പറയുന്നു. അതാണ് നമുക്ക് മനസ്സിലായത്. അമ്മയോട് പറയുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്നാ ആയിക്കോട്ടെ മുഖം പൊട്ടിപ്പിടിച്ച് ബലമായിട്ട് പുഴയിലിട്ട് കുളത്തിലിട്ട് കൊന്നുകൊണ്ടാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലായത്. കുട്ടിയുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് പ്രതി ജോജോയുടെ വീട്. ജോജോ ഈ കുളത്തിൽ പതിവായി ചൂണ്ടയിടാറുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണ് പ്രതി. മുൻപ് ഇയാളെ ബൈക്ക് മോഷണ കേസിൽ പിടിച്ചിട്ടുണ്ട്. ന്യൂസ് 18 തൃശൂർ. കാസർഗോഡ് മഞ്ചേശ്വരം കുഞ്ചത്തൂർ എന്ന ഗ്രാമം കർണാടകയോട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. ഇവിടെ അനധികൃതമായി ചില ചൂതാട്ട കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിനാൽ തന്നെ മംഗളൂരുവിൽ നിന്ന് ഒട്ടേറെ പേർ രാത്രി സമയങ്ങളിൽ കുഞ്ചത്തൂരിലെത്തും. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് ഇവിടെ ഒരു ഓട്ടോറിക്ഷ ആളില്ലാതെ കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിന് സമീപത്തുള്ള കിണറ്റിൽ ഒരു അജ്ഞാത മൃതദേഹം. മംഗളൂരു സ്വദേശി മുഹമ്മദ് ഷെരീഫാണ് മരിച്ചതെന്ന് പിന്നീട് കണ്ടെത്തുന്നു. ഓട്ടോ ഡ്രൈവറായ ഷെരീഫിനെ കൊന്ന് കിണറ്റിൽ തള്ളിയതാണ്. തലയിലും കയ്യിലും വെട്ടേറ്റ പാടുകളുണ്ട്. മംഗളൂരുവിൽ നിന്നും ഓട്ടോ വാടകയ്ക്ക് വിളിച്ച 3 പേരെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം. മഞ്ചേശ്വരം കുഞ്ചത്തൂർ അടുക്കപ്പള്ള മാഞ്ചിമകുണ്ടയിൽ ആൾമറയില്ലാത്ത കിണറിനകത്ത് ഓട്ടോ ഡ്രൈവറെ മരിച്ച നിലയിൽ കാണപ്പെട്ട സംഭവം കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം. പുറത്തെടുത്ത മൃതദേഹത്തിൽ വെട്ടേറ്റ പാടുകൾ കണ്ടെത്തിയതോടെയാണ് സ്ഥിരീകരണം. തലയ്ക്കും കൈക്കും വെട്ടേറ്റ നിലയിലാണ് മൃതദേഹം. കർണാടക മുൽക്കി കൊളനാട് സ്വദേശിയും മംഗളൂരുവിലെ ഓട്ടോ ഡ്രൈവറുമായ മുഹമ്മദ് ഷെരീഫിനെ വ്യാഴാഴ്ച സന്ധ്യയോടെയാണ് മാഞ്ചിമകുണ്ടയിലെ ആൾമറയില്ലാത്ത കിണറ്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടത്. കിണറിന് സമീപത്ത് ഒരു ഓട്ടോറിക്ഷ ചെരിഞ്ഞു കിടക്കുന്ന നിലയിൽ കണ്ട വഴിയാത്രക്കാരനാണ് കിണറ്റിൽ മൃതദേഹം കണ്ടെത്തിയത്. കിണറ്റിനരികിൽ ചോരത്തുള്ളികളും ചെരുപ്പും കണ്ടെത്തിയിരുന്നു. നാട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്ഥലത്തെത്തി ഓട്ടോയുടെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മരണപ്പെട്ടത് മുഹമ്മദ് ഷെരീഫാണെന്ന് സ്ഥിരീകരിച്ചത്. വിവരമറിഞ്ഞ് കുഞ്ചത്തൂരിലെത്തിയ ബന്ധുക്കൾ മൃതദേഹം മുഹമ്മദ് ഷെരീഫിന്റേതാണെന്ന് സ്ഥിരീകരിച്ചു. കൊലപാതകത്തിന് പിന്നിൽ 3 പേരെന്നാണ് പുറത്തുവന്ന പ്രാഥമിക വിവരം. ബുധനാഴ്ച രാത്രി 10 മണിയോടെ 3 പേർ മംഗളൂരുവിൽ വെച്ച് മുഹമ്മദ് ഷെരീഫിന്റെ ഓട്ടോയിൽ കയറിയിരുന്നു. ഇക്കാര്യം ഓട്ടോ ഡ്രൈവർമാരാണ് പോലീസിനെ അറിയിച്ചത്. കുഞ്ചത്തൂർ എത്തിച്ചതിന് ശേഷമാണോ കൊലപാതകം നടത്തിയെന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ന്യൂസ് 18 കാസർഗോഡ്. നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിതികരായ മാതാപിതാക്കൾക്ക് മക്കളുടെ പ്രണയബന്ധത്തെ അംഗീകരിക്കാൻ ഒരല്പം പ്രയാസമാണല്ലേ. പ്രത്യേകിച്ച് പെൺമക്കളുടെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞാൽ വീട്ടിൽ വലിയ കോലാഹലമായിരിക്കും. കോട്ടയം എരുമേലിയിലെ ഒരു വീട്ടിൽ മകളുടെ വിവാഹത്തെ ചൊല്ലി തർക്കമുണ്ടാകുന്നു. പിന്നീട് സംഭവിച്ചത് വലിയ ദുരന്തമാണ്. വീട്ടിലെ പ്രശ്നത്തെ തുടർന്നുള്ള തീപിടുത്തത്തിൽ 3 പേർ വെന്തു മരിച്ചു.
എരുമേലി സ്വദേശി സത്യപാലൻ, ഭാര്യ സീതമ്മ, മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത്. മകൻ ഉണ്ണിക്കുട്ടൻ ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബ കലഹത്തെ തുടർന്ന് വീടിന് തീയിട്ടതാകാമെന്നാണ് നിഗമനം. രാവിലെ ഒരു യുവാവ് സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലെത്തി ഇവരുടെ മകൾ അഞ്ജലിയെ വിവാഹം കഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയിരുന്നു. ഇവർ പോയതിനു പിന്നാലെയാണ് കൂട്ടമരണം സംഭവിച്ചത്. എരുമേലി കനകപ്പലത്താണ് നടക്കുന്ന സംഭവം. കനകപ്പലം സ്വദേശി സത്യപാലൻ, ഭാര്യ സീതമ്മ, മകൾ അഞ്ജലി എന്നിവരാണ് മരിച്ചത്. 22 വയസ്സുള്ള മകൻ ഉണ്ണിക്കുട്ടൻ ഗുരുതരമായി പൊള്ളലേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുടുംബകലഹത്തെ തുടർന്ന് ഭർത്താവ് സത്യപാലൻ വീടിന് തീയിട്ടതായാണ് പോലീസ് സംശയിക്കുന്നത്. വീട്ടിൽ വെച്ച് ആരെങ്കിലും ആത്മഹത്യാശ്രമം നടത്തിയതാണോ എന്നും സംശയമുണ്ട്. ഉച്ചയോടെ വീടിന് തീയാളിപ്പടർന്നത് കണ്ടാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്നാണ് തീയണച്ച് 4 പേരെയും പുറത്തെടുത്തത്. സീതമ്മ വീട്ടിൽ വെച്ച് തന്നെ മരിച്ചിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച ശേഷം രാത്രിയോടെയാണ് സത്യപാലനും അഞ്ജലിയും മരിച്ചത്. രാവിലെ ഒരു യുവാവ് കൂട്ടുകാർക്കൊപ്പം വീട്ടിലെത്തി അഞ്ജലി വിവാഹം കഴിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ട് ബഹളമുണ്ടാക്കിയിരുന്നു. ഇവർ പോയതിനു പിന്നാലെ ഇതു സംബന്ധിച്ച് വീട്ടിൽ തർക്കമുണ്ടായി. പിന്നാലെയാണ് വീടിനുള്ളിൽ തീ പടർന്നത്. കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പോലീസിന് നൽകിയ വിവരം. തീ പടർന്നത് എങ്ങനെയെന്നത് സംബന്ധിച്ച് അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോട്ടയം. കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങളും സാമ്പത്തിക ബാധ്യതയും വിഷാദ രോഗവും ഒക്കെ പലരെയും ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്നുണ്ട്. എന്നാൽ ചില വീടുകളിൽ ഉണ്ടാകുന്ന കൂട്ടമരണങ്ങൾ അങ്ങേയറ്റം വേദനിപ്പിക്കുന്നതാണ്. കണ്ണൂർ അഴീക്കോട് അമ്മയെയും 2 മക്കളെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. മീൻകുന്ന് സ്വദേശിനി ഭാമ, മക്കളായ ശിവാനന്ദ്, അശ്വന്ത് എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വീട്ടിൽ ഭർത്താവില്ലായിരുന്ന സമയത്തായിരുന്നു നാടിനെ നടുക്കിയ ദുരന്തം. മീൻകുന്ന് സ്വദേശികളായ ഭാമ, മക്കളായ ശിവാനന്ദ്, അശ്വന്ത് എന്നിവരെ പുലർച്ചെയോടെയാണ് കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 13ഉം 11ഉം വയസ്സുള്ള മക്കളെ കിണറ്റിലെറിഞ്ഞതിനു ശേഷം അമ്മയും കിണറ്റിലേക്ക് ചാടിയതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. രാവിലെ അയൽവാസികൾ കിണറ്റിൽ മൃതദേഹങ്ങൾ കണ്ടതോടെയാണ് വിവരം പോലീസിനെ അറിയിച്ചത്. അമ്മ മാനസിക വെല്ലുവിളി നേരിടുന്നതായി പോലീസ് പറയുന്നു. ഇതിന് ചികിത്സ തേടിയിരുന്നതായും ബന്ധുക്കൾ പറഞ്ഞു. ഭർത്താവുമായി എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന കാര്യം അന്വേഷിക്കുന്നുണ്ട്. വ്യാഴാഴ്ച രാത്രി ഇവരോടൊപ്പം ഭർത്താവ് ഉണ്ടായിരുന്നില്ല. അമ്മയും സഹോദരിയുമായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. ആത്മഹത്യാ കുറിപ്പൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവരെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയിരുന്നോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മത്സ്യത്തൊഴിലാളിയായ ഭർത്താവ് രമേശ് ബാബുച്ചാലിലെ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. SP കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സംഭവ സ്ഥലത്ത് പരിശോധന നടത്തി. കൂടുതൽ വിവരങ്ങൾ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷമായിരിക്കും ലഭിക്കുക. ന്യൂസ് 18 കണ്ണൂർ. കോവിഡ് എന്ന മഹാമാരി നമുക്കിപ്പോഴും ഭീതിപ്പെടുത്തുന്ന ഓർമ്മയാണ്. കോവിഡ് പിടിപെട്ടവരെ സ്വന്തം കുടുംബാംഗങ്ങളും ഉറ്റവരും പോലും അങ്ങേയറ്റം അകറ്റി നിർത്തിയിരുന്ന കാലമുണ്ട്. രോഗികളോട് സാമൂഹ്യ അകലം പാലിക്കണമെന്ന കർശന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്ന സമയം. അങ്ങനെയുള്ള ലോക്ക്ഡൗൺ കാലത്താണ് പത്തനംതിട്ടയിൽ കോവിഡ് രോഗിയെ ആംബുലൻസ് വെച്ച് പീഡിപ്പിച്ച സംഭവം ഉണ്ടായത്. 2020 സെപ്റ്റംബർ 5-നാണ് കോവിഡ് സെന്ററിലേക്ക് ചികിത്സയ്ക്കായി കൊണ്ടുപോയ യുവതിയെ ആംബുലൻസ് ഡ്രൈവർ പീഡനത്തിന് ഇരയാക്കിയത്. കേസിൽ പ്രതി നൌഫലിന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. അതിജീവിത മൊബൈൽ ഫോണിൽ പകർത്തിയ തെളിവുകളാണ് കേസിൽ നിർണായകമായത്.
വീട്ടിൽ നിന്ന് പന്തളത്തെ കോവിഡ് ചികിത്സാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോകും വഴിയാണ് ആറന്മുളയിൽ വെച്ച് ആംബുലൻസ് ഡ്രൈവറായ പ്രതി നൌഫൽ യുവതിയെ ബലാത്സംഗം ചെയ്തത്. പ്രതിക്കെതിരെ തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം ഉൾപ്പെടെ 6ഓളം വകുപ്പുകൾ ചുമത്തിയാണ് ശിക്ഷ വിധിച്ചത്. വളരെ സങ്കീർണമായ സമയത്തായിരുന്നു ഇതിന്റെ അന്വേഷണം ഏറ്റെടുക്കേണ്ടി വന്നത്. പ്രധാന പെൺകുട്ടിയുടെ റേപ്പ് തെളിഞ്ഞു, DNA റിസൾട്ട് കിട്ടിയുണ്ടായി. പിന്നെ സാക്ഷികളെല്ലാം തന്നെ പറയുകയുണ്ടായി. പിന്നെ GPS ആംബുലൻസ് GPS ട്രാക്ക്, അങ്ങനെ എല്ലാ തരത്തിലുള്ള ശാസ്ത്രീയ തെളിവുകളും എടുത്ത് കോടതി ഹാജരാക്കിയുണ്ടായി. ദിവസമെടുത്താണ് 55ഓളം സാക്ഷികളുള്ള കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. ഡിജിറ്റൽ തെളിവുകൾ, സാക്ഷിമൊഴികൾ, ശാസ്ത്രീയ തെളിവുകൾ എന്നിവ അടക്കം ശേഖരിച്ച് പഴുതടച്ച അന്വേഷണമാണ് ആറന്മുള പോലീസ് നടത്തിയത്. അതിജീവിതയ്ക്ക് നീതി ലഭിച്ചുവെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ പറഞ്ഞു. രേഖകൾ ഹാജരാക്കി. അതിൽ GPS ആംബുലൻസിൽ ഘടിപ്പിച്ചിരുന്ന GPS മുഖേന ലഭിച്ച ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം, അത് വാഹനം പോയ റൂട്ട് മാപ്പ്, കൂടാതെ ബലാത്സംഗത്തെ സംബന്ധിച്ച് DNA തെളിവുകൾ എന്നിവ ശാസ്ത്രീയ തെളിവുകൾ വളരെ നല്ല രീതിയിൽ പ്രോസിക്യൂഷന് സഹായകരമായി വന്നിട്ടുണ്ട്. പീഡന സമയം അതിജീവിത മൊബൈൽ ഫോണിൽ ശേഖരിച്ച തെളിവുകളാണ് കേസ് അന്വേഷണത്തിൽ നിർണായകമായത്. പ്രതി നൌഫലിനെ കൊട്ടാരക്കര സബ് ജയിലിലേക്ക് മാറ്റും. ന്യൂസ് 18 പത്തനംതിട്ട. മദ്യപിച്ച് ലക്കുകെട്ട് വീട്ടിലെത്തി ഭാര്യയെ തല്ലുന്ന ചില പുരുഷന്മാർ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. അമ്മയെ തല്ലുന്നത് നോക്കി നിൽക്കാൻ വിധിക്കപ്പെട്ട മക്കളും. ആൺമക്കൾ വലുതായാൽ അച്ഛൻ്റെ ഈ ക്രൂരതയ്ക്ക് ഒരു പരിധിവരെയും അന്ത്യമുണ്ടാകാറുണ്ട്. എന്നാൽ തിരുവനന്തപുരം കല്ലിയൂരിൽ അമ്മയെ അച്ഛൻ തല്ലുന്നത് ചോദ്യം ചെയ്ത മകന് സംഭവിച്ച ദുരന്തം ഒരു നാടിന് മുഴുവൻ നടുക്കിയതാണ്. 2014 മദ്യലഹരിയിൽ വീട്ടിലെത്തിയ കല്ലിയൂർ സ്വദേശി ബേബി ഭാര്യയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇത് തടഞ്ഞപ്പോൾ മകൻ സന്തോഷിനെ ബേബി കല്ലെറിഞ്ഞ് വിരട്ടി ഓടിച്ചു. എന്നാൽ ഓടുന്നതിനിടെ മകൻ കിണറ്റിൽ വീണ് മരിച്ചത് പിറ്റേന്നാണ് എല്ലാവരും അറിഞ്ഞത്. കേസിൽ അച്ഛന് കോടതി 10 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നു. പ്രതി 50,000 രൂപ പിഴയും അടയ്ക്കണമെന്ന് നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവിലുണ്ട്. മാർച്ച് 27 പുലർച്ചെയാണ് സംഭവം. മദ്യപിച്ചെത്തുന്ന ബേബി ഭാര്യയെ മർദ്ദിക്കുന്നത് പതിവായിരുന്നു. സംഭവ ദിവസം ബേബി ഭാര്യയെ തല്ലുന്നത് സന്തോഷ് തടഞ്ഞു. ഇതേ തുടർന്ന് ബേബി മകനെ കല്ലെടുത്തെറിഞ്ഞ് ഓടിക്കുകയായിരുന്നു. രക്ഷപ്പെടാനായി ഇരുട്ടത്ത് ഓടുമ്പോഴാണ് സന്തോഷ് സമീപത്തെ പൊട്ടക്കിണറ്റിൽ വീണത്. 85 അടിയോളം താഴ്ചയുള്ളതാണ് ഈ കിണർ. മകൻ കിണറ്റിൽ വീണ വിവരം പ്രതി മറ്റുള്ളവരിൽ നിന്ന് മറച്ചുവെച്ചു. പിറ്റേന്ന് നാട്ടുകാർ നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കേസിൽ പ്രതി ബേബിയെ 10 വർഷം കഠിന തടവിനും 50,000 രൂപ പിഴയടയ്ക്കാനുമാണ് ശിക്ഷിച്ചത്. നെയ്യാറ്റിൻകര അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി AM ബഷീറാണ് ശിക്ഷ വിധിച്ചത്. പിഴയായി കെട്ടിവെക്കുന്ന 50,000 രൂപ ബേബിയുടെ ഭാര്യയ്ക്കും മരിച്ച സന്തോഷിന്റെ ഭാര്യയ്ക്കും നൽകാനും കോടതി വിധിച്ചു. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ പാറശാല A അജികുമാറും അഡ്വക്കേറ്റ് മഞ്ജിതയും ഹാജരായി. ജാമ്യത്തിലായിരുന്ന ബേബിയെ കസ്റ്റഡിയിലെടുത്ത് ജയിലിലേക്ക് അയച്ചു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. സൗന്ദര്യമില്ലെന്നും സ്ത്രീധനം കുറഞ്ഞെന്നും പറഞ്ഞ് ക്രൂരമായ പീഡനം. വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ വീട്ടിൽ കഴിഞ്ഞത് കേവലം 40 ദിവസം മാത്രം. പിന്നീട് ഗർഭിണിയായതോടെ മാരക രോഗങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. കുഞ്ഞ് ജനിച്ചിട്ടും തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ മുത്തലാഖ് ചൊല്ലി ബന്ധവും ഉപേക്ഷിച്ചു. മലപ്പുറം വേങ്ങരയിലെ
21കാരിയായ യുവതി നേരിട്ട ക്രൂരതയാണിത്. കൊണ്ടോട്ടി സ്വദേശി വീരാൻകുട്ടിയാണ് വിവാഹം കഴിഞ്ഞ് 1.5 മാസമാകുമ്പോഴേക്കും ഫോണിൽ മുത്തലാഖ് ചൊല്ലി ബന്ധമൊഴിഞ്ഞത്. സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് യുവതിയും കുടുംബവും. മുഖേന ഞാൻ എന്റെ മോളെ 1, 2, 3 ചെല്ലി തീർത്തോ നാളെ പോയി ഒപ്പിടത്ത് ഒപ്പിട്ടരാം തീർത്തു പോ. അതാണ് ആൺകുട്ടികൾ അല്ല കളിച്ചിട്ട് വലിയ കാര്യമില്ല. ഞാൻ എന്നോട് പറഞ്ഞു സംസാരിച്ചിട്ട് തെരുവ് മുഖേന എനിക്ക് തരാനുള്ള എന്ത് തരാനുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരും, അത്രേ ഉള്ളൂ. അല്ലാതൊന്നും ഞാൻ എന്റെ ഇതിന് സ്ഥലത്ത് നിൽക്കല്ല, കുറെ കുട്ടി വിചാരിച്ച് നിൽക്കല്ല. മുത്തലാഖ് ചൊല്ലുന്നത് നിയമവിരുദ്ധമെങ്കിലും ഇപ്പോഴും ഈ പ്രവൃത്തി തുടരുകയാണ്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ ശബ്ദരേഖ. വേങ്ങര സ്വദേശിനിയായ 21കാരി 2023 ജൂലൈയിലാണ് വിവാഹിതയായത്. ഭർത്താവിന്റെ വീട്ടിൽ കഴിഞ്ഞത് കേവലം 40 ദിവസം മാത്രം. സ്വർണം കുറഞ്ഞെന്നും സൗന്ദര്യം ഇല്ലെന്നും പറഞ്ഞ് നിരന്തര മാനസിക ശാരീരിക പീഡനങ്ങൾ. ഒടുവിൽ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കി. പെൺകുട്ടി ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോഴോ പ്രസവിച്ചപ്പോഴോ ഭർത്താവോ ഭർത്തൃവീട്ടുകാരോ തിരിഞ്ഞു നോക്കിയില്ല. ഒടുവിൽ കഴിഞ്ഞ മാസം ഫോൺ വഴി മുത്തലാഖും ചൊല്ലി. മുത്തലാഖ് ചൊല്ലി എന്ന് പറഞ്ഞത് രാത്രി ഒരു 10:30 ഒക്കെ ആയ സമയത്താണ് ഉപ്പാനോട് വിളിച്ചിട്ട് പറഞ്ഞത്. ഉപ്പാനാണ് ആദ്യം ഉപ്പാന് കുറെ വഴക്ക് പറഞ്ഞു, നിങ്ങളെ കുഞ്ഞിന് അസുഖമുള്ളതാണെന്ന് പറഞ്ഞു. ഞാൻ കുറെ വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് ഉപ്പാനോട് പറഞ്ഞത് 1, 2, 3 ഞാൻ ചൊല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സ്വർണത്തിന്റെ പേരും പറഞ്ഞിട്ടും സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടൊക്കെയാണ് അവര് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവര് കുഞ്ഞിന്റെ വാപ്പാനെ പറ്റി പറയണേ അവർ അത്രയും ക്രൂരമായിട്ടായിരുന്നു നമ്മളോടൊക്കെ പെരുമാറിയത്. $30 പവനോളം സ്വർണം കൊടുത്തായിരുന്നു വിവാഹം. ഇത് തിരിച്ചു നൽകാൻ തയ്യാറാകുന്നില്ലെന്നും പെൺകുട്ടിയുടെ വീട്ടുകാർ പറയുന്നു. ഫസ്റ്റ് തന്നെ അവർ പറഞ്ഞ അവർക്ക് ഒഴിവാക്കണം, അതായത് സൗന്ദര്യത്തിന്റെ നമുക്ക് തോന്നിയത് അങ്ങനെയാണ്. പക്ഷെ അവർ ഒന്നും തുറന്നു പറയുന്നു, വിട്ടു പറയുന്നില്ല. എന്റെ മകൾക്ക് അങ്ങനെ അസുഖമാണെന്ന് പോലും പറയുമ്പോ ഏതൊരു മനുഷ്യരാണെങ്കിലും നമ്മൾ എന്താ ചെയ്യല്, നമ്മളെല്ലാവരും കൂടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുക, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ എന്താ അസുഖമല്ലേ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന അസുഖമാണെങ്കിൽ മാറ്റുക. അങ്ങനെയുള്ളത് ഇവര് നമ്മൾ പറയുന്നത് എന്താണ്, മാരകമായ അസുഖമാണ്. പിന്നെ എങ്ങനെ ഈ മാരകമായ അസുഖം എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളൊരു മാനപ്പെടുത്തിട്ട് മറ്റുള്ളവരുടെ ഇടയിൽ മോശപ്പെടുത്തുന്ന ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. സംഭവത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകിയിരിക്കുകയാണ് കുടുംബം. ന്യൂസ് 18 മലപ്പുറം. ഈ നാട്ടിലെ നിയമമൊന്നും തങ്ങൾക്ക് ബാധകമല്ലെന്ന് കരുതുന്ന ചില അഭിഭാഷകരുണ്ട് നമ്മുടെ നാട്ടിൽ. വിദ്യാർത്ഥികളെ തെരുവിൽ തല്ലിയാണ് ഈ കൂട്ടർ നിയമം കയ്യിലെടുത്തത്. മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളുമായി അർദ്ധരാത്രിയിൽ തുടങ്ങിയ സംഘർഷം തെരുവ് യുദ്ധമായി മാറിയ കാഴ്ച. പിന്നീട് പകൽ നടന്ന പ്രതിഷേധ പ്രകടനത്തിനിടെ അഭിഭാഷകർ കോളേജ് ക്യാമ്പസിനകത്തേക്ക് മദ്യക്കുപ്പികളും കല്ലും എറിഞ്ഞ് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കും അഭിഭാഷകർക്കും പരിക്കേറ്റിട്ടുണ്ട്. വിദ്യാർത്ഥികളാണ് പ്രകോപനം സൃഷ്ടിച്ചതെന്ന് അഭിഭാഷകരും അഭിഭാഷകരാണ് പ്രശ്നമുണ്ടാക്കിയതെന്ന് SFIയും ആരോപിക്കുന്നു. അർദ്ധരാത്രി വിദ്യാർത്ഥികളും അഭിഭാഷകരും തമ്മിൽ കോടതി സമുച്ചയത്തിന് സമീപം വലിയ സംഘർഷമാണ് ഉണ്ടായത്. ഇതിൽ പോലീസ് കേസെടുത്തിരുന്നു. കണ്ടാലറിയാവുന്ന 10 വിദ്യാർത്ഥികൾക്കെതിരെയാണ് അഭിഭാഷകരുടെ പരാതിയിൽ കേസെടുത്തത്. ഇതിന് പിന്നാലെ ഉച്ചയോടെ ബാർ അസോസിയേഷൻ ഹാൾ പരിസരത്ത് നിന്ന് കല്ലേറുണ്ടായി. കല്ലും മദ്യക്കുപ്പികളും മഹാരാജാസ് ക്യാമ്പസിലേക്ക് വലിച്ചെറിയുന്ന അഭിഭാഷകരുടെ ദൃശ്യങ്ങളും പുറത്തുവന്നു. ഇതോടെ കോളേജിൽ വിദ്യാർത്ഥികളും തടിച്ചുകൂടി. അഭിഭാഷകർ തങ്ങളെ അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഈ ക്യാമ്പസിലെ 4 വിദ്യാർത്ഥികളെ അവരുടെ രാഷ്ട്രീയം SFI എന്നുള്ളതല്ല മുഴുവൻ ആളുകളുടെയും. അത് ഞാൻ പറയാനുള്ള കാരണം ഞാൻ തുടർച്ചയിൽ പറയാം. 4 വിദ്യാർത്ഥികളെ സംഘം ചേർന്ന് ഏകപക്ഷീയമായി ആക്രമിക്കുന്ന നിലയാണ് ഇന്നലെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ആ വിദ്യാർത്ഥികൾ അക്രമം ഏറ്റുവാങ്ങി ജീവൻ രക്ഷാർത്ഥം ഓടി ഈ ക്യാമ്പസിന്റെ പ്രധാന കവാടത്തിലേക്ക് വരുമ്പോൾ ഇവിടെ നിന്ന് പുറത്തേക്ക് എത്തിയ വിദ്യാർത്ഥികൾ ഏതാണ്ട് 15ഓളം വരുന്ന വിദ്യാർത്ഥികളെ 40-50 വയസ്സ് പ്രായമുള്ള ആളുകൾ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ്
ചൂരി അടിക്കുന്ന നില, കയ്യിലുണ്ടായിരുന്ന ബിയർ ബോട്ടിൽ വെച്ച് തലയടിച്ച് പൊട്ടിക്കുന്ന നില, ഇരഞ്ഞു പിടിച്ച് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് മദ്യാസക്തിയിലാണ് വിദ്യാർത്ഥികളെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയത്. അർദ്ധരാത്രി ജില്ലാ കോടതി വളപ്പിലാണ് ആദ്യ സംഘർഷമുണ്ടായത്. ഇതിൽ 10-ലേറെ വിദ്യാർത്ഥികൾക്കും 9 അഭിഭാഷകർക്കും പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ പോലീസുകാർക്കും പരിക്കേറ്റു. എറണാകുളം ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടികൾ നടക്കുന്നിടത്ത് വിദ്യാർത്ഥികളെത്തി പ്രശ്നമുണ്ടാക്കിയതായാണ് അഭിഭാഷകരുടെ പരാതി. ന്യൂസ് 18 കൊച്ചി. ഒരു പോലീസുകാരന്റെ മകന് പോലും നീതി ലഭിക്കാത്ത നാടാണിത്. ഉന്നത ഇടപെടലുണ്ടെങ്കിൽ അക്രമം കാട്ടുന്നവരെ സംരക്ഷിക്കാൻ പോലീസുകാർ തന്നെ രംഗത്തെത്തും. തിരുവനന്തപുരം പോത്തൻകോട് സ്റ്റേഷനിലെ SIയുടെ മകനെ ഹെൽമറ്റ് കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചത് പോലീസ് ഡ്രൈവറാണ്. കഠിനകുളം സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സുജിത്ത് തന്റെ ബൈക്കിനെ മറികടന്നതിനാണ് യുവാവിനെ ആക്രമിച്ചത്. സംഭവം നടന്ന് 1.5 മാസം കഴിഞ്ഞിട്ടും ആരോപണ വിധേയനായ പോലീസുകാരനെതിരെ ഒരു നടപടിയുമില്ല. പോലീസുകാരന് ചട്ടം മറികടന്ന് മെഡിക്കൽ ലീവ് അനുവദിച്ചുവെന്നാണ് ആക്ഷേപം. തലയ്ക്കും മുഖത്തും പരിക്കേറ്റ യുവാവ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി 23-ന് പോത്തൻകോട് മഞ്ഞമലയിലാണ് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിരുന്ന സുജിത്ത് തന്റെ ബൈക്കിനെ മറികടന്ന മഞ്ഞമല സ്വദേശി ഫെർണാസിനെ റോഡിൽ ഇടിച്ചിട്ട ശേഷം സുഹൃത്തുക്കളുമായി ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. 4 സുഹൃത്തുക്കളുമായി ചേർന്ന് നട റോഡിലിട്ട് യുവാവിനെ ക്രൂരമായി ചവിട്ടുകയും തൊഴിക്കുകയും ചെയ്തുവെന്നാണ് FIR. പിന്നീട് 20-കാരനായ ഫെർണാസിനെ തലയിലും മുഖത്തും സുജിത്ത് ഹെൽമറ്റ് കൊണ്ട് അടിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ ഫെർണാസിന്റെ മുൻവശത്തെ പല്ല് ഇളകിത്തെറിച്ചു. സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാവിന് ഇപ്പോഴും ചികിത്സ തുടരുകയാണ്. അതേസമയം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി സുജിത്തിനും സുഹൃത്തുക്കൾക്കുമെതിരെ പോത്തൻകോട് പോലീസ് കേസെടുത്തെങ്കിലും ചട്ടവിരുദ്ധമായി കഠിനംകുളം SHO സുജിത്തിന് മെഡിക്കൽ ലീവ് അനുവദിച്ച് നൽകിയതായും സ്ഥലം മാറ്റാനുള്ള ഉത്തരവ് മരവിപ്പിക്കാൻ ഇടപെടൽ നടത്തിയെന്നുമാണ് കുടുംബത്തിന്റെ വിമർശനം. അഞ്ച് പേര് ചേർന്നാണ് ഈ പാവം പയ്യനെ അടിച്ച് മൃതപ്രായനാക്കിയത്. അതിൽ 1-ാം പ്രതി എന്ന് പറയുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരനാണ്. പോലീസുകാരനെ അടിച്ച് FIR ഇട്ട് കേസെടുത്തു കഴിഞ്ഞാൽ എന്തുകൊണ്ട് നിയമം പാലിക്കുന്നില്ല? അത് സഹായിക്കുന്നത് കഠിനംകുളം പോലീസ് സ്റ്റേഷനിലെ SHO ആണ്. പകൽ പോലെ വ്യക്തമാണ്. കാരണം അടിച്ചതിൻ്റെ അടുത്ത ദിവസം തൊട്ട് പുള്ളിക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ്, മെഡിക്കൽ ലീവ് കൊടുത്തിരിക്കുകയാണ്. അത് ശരിയായ നടപടിയല്ല. എത്രയും പെട്ടെന്ന് തന്നെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാ പോലീസുകാരും വരെ ക്രൈം ചെയ്താലും അവരെ ശിക്ഷിക്കപ്പെടണം. നിയമം അതിന് തയ്യാറാണ്. ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ സുജിത്തിനെതിരായ നടപടി വൈകിപ്പിക്കുകയാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും പരിക്കേറ്റ 20-കാരന്റെ കുടുംബം പരാതി നൽകി. വലിയതുറ സ്റ്റേഷനിലെ SI ഉറൂബിന്റെ മകനാണ് പോലീസുകാരന്റെ മർദ്ദനത്തിനിരയായ ഫർണാസ്. ന്യൂസ് 18 തിരുവനന്തപുരം. കൂട്ടുകാരനെ കൂട്ടം ചേർന്ന് മർദ്ദിച്ച് കൊലപ്പെടുത്തിയവരെ കുട്ടികളായി അങ്ങനെ കണക്കാക്കാൻ പറ്റുമോ? അവർ ക്രിമിനൽ സംഘങ്ങളാണ്. കോഴിക്കോട് താമരശ്ശേരിയിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ കൊലപ്പെടുത്തിയ കേസിൽ അങ്ങനെയൊന്നും പ്രതികൾ പുറത്തിറങ്ങാൻ പാടില്ല. കേസിലെ പ്രതികളായ 6 വിദ്യാർത്ഥികളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരിക്കുന്നു. കോഴിക്കോട് സെഷൻസ് കോടതിയാണ് പ്രതികൾക്ക് ജാമ്യം നിഷേധിച്ചത്. 38 ദിവസമായി വിദ്യാർത്ഥികൾ റിമാൻഡിലാണ്. കേസ് അന്വേഷണം പ്രാഥമിക ഘട്ടത്തിലാണെന്നും പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കുന്നതടക്കം കേസിനെ ദോഷകരമായി ബാധിക്കുമെന്നുള്ള പ്രോസിക്യൂഷന്റെ വാദം അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. ഹീനമായ കുറ്റകൃത്യമായതിനാൽ കുട്ടികൾ പ്രായപൂർത്തിയായവരല്ലെന്ന ഇളവ് അംഗീകരിക്കരുതെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചിരുന്നു. കൃത്യമായ ആസൂത്രണത്തോടെയാണ് കൊലപാതകം നടത്തിയത്. കൊലയ്ക്ക് മുൻപും ശേഷവും പ്രതികൾ നടത്തിയ സാമൂഹ്യ മാധ്യമത്തിലെ ചാറ്റുകൾ കുട്ടികളുടെ കുറ്റവാസനയ്ക്ക് തെളിവാണെന്ന് ഷഹബാസിന്റെ കുടുംബം കോടതിയിൽ വാദിച്ചിരുന്നു. കുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു
പ്രതികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളുടെ വാദം. നേരത്തെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രതികളുടെ ജാമ്യം നിഷേധിച്ചിരുന്നു. തുടർന്നാണ് ജില്ലാ കോടതിയെ സമീപിച്ചത്. 38 ദിവസമായി പ്രതികളായ വിദ്യാർത്ഥികൾ ജുവനൈൽ ഹോമിൽ റിമാൻഡിലാണ്. പോലീസിന്റെ അപേക്ഷയെ തുടർന്ന് പ്രതികളുടെ റിമാൻഡ് കാലാവധി 2 ആഴ്ചത്തേക്ക് കൂടി നീട്ടി. താമരശ്ശേരിയിലെ 2 സ്കൂളുകളിലെ കുട്ടികൾ തമ്മിലുണ്ടായ സംഘർഷത്തിനിടെയാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഷഹബാസ് കൊല്ലപ്പെട്ടത്. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് പ്രതിഭാഗം അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്. ഉത്സവ പറമ്പുകളിലും ബസ്സുകളിലും ഉൾപ്പെടെ ആൾത്തിരക്കുള്ള സ്ഥലങ്ങളിൽ മോഷണത്തിനിറങ്ങുന്ന നാടോടി സ്ത്രീകൾ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. സ്ത്രീകളുടെ മാലമോഷണമാണ് ഇവരുടെ ലക്ഷ്യം. കഴിഞ്ഞ ദിവസം പാലക്കാട് ഷൊർണൂരിൽ ബസ് യാത്രക്കാരിയുടെ സ്വർണ്ണമാല കവർന്ന കേസിലാണ് കവർച്ചാ സംഘത്തിലെ സ്ത്രീകളെക്കുറിച്ച് വിവരം ലഭിച്ചത്. കേസിൽ കോയമ്പത്തൂർ സ്വദേശിനി ചിത്ര, പാലക്കാട് മുതലമട സ്വദേശിനി ശാന്തി എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ നിരവധി സ്ത്രീകളുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. മാർച്ച് 3 രാവിലെ ചെറുപ്പുളശ്ശേരിയിൽ നിന്നും ഷൊർണൂരിലേക്ക് അപ്പു എന്ന സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്തിരുന്ന നെല്ലായ സ്വദേശിനി ഗീതയുടെ 3.5 പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാലയാണ് പ്രതികൾ കവർന്നത്. ഗീതയുടെ പരാതിയിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ച ഷൊർണൂർ പോലീസ് പട്ടാമ്പി ഭാഗത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശികളാണ് മോഷണം നടത്തിയതെന്ന് മനസ്സിലാക്കി. മോഷണത്തിനായി ഇവർ വിവിധ സ്ഥലങ്ങളിൽ വീടെടുത്ത് താമസിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം ഇവരുടെ സംഘം പാലക്കാട്ട് നിന്നും ബസ്സിൽ യാത്ര ചെയ്യുന്നതായി മനസ്സിലാക്കിയ പോലീസ് ഇവരെ പിന്തുടർന്ന് കൊല്ലം ഓച്ചിറയിൽ വെച്ച് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു. കോയമ്പത്തൂർ സ്വദേശി ഈശ്വരി എന്ന ചിത്ര, പാലക്കാട് മുതലമട സ്വദേശി ശാന്തി എന്ന ശാരദ എന്നിവരാണ് പിടിയിലായത്. പ്രതികളെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ സമാനമായ നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായി. സംഘത്തിൽ നിരവധി ആളുകൾ ഉണ്ടെന്നും ആറ്റുകാൽ പൊങ്കാല ഉൾപ്പെടെ ജനത്തിരക്കുള്ള ഉത്സവങ്ങളും മറ്റും കേന്ദ്രീകരിച്ചാണ് മോഷണമെന്നും ഇവർ പോലീസിന് മൊഴി നൽകി. ഇൻസ്പെക്ടർ വി രവികുമാറിന്റെ നേതൃത്വത്തിൽ SI-മാരായ ഡേവി, സേതുമാധവൻ, ASI റഷീദ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിബു, സിവിൽ പോലീസ് ഓഫീസർമാരായ റിയാസ്, ശ്രീജിനി, പ്രജിത എന്നിവരാണ് കേസ് അന്വേഷിച്ചത്. ന്യൂസ് 18 പട്ടാമ്പി. ബൈക്കിൽ കറങ്ങി നടന്ന് വഴിയാത്രക്കാരുടെ മാല പൊട്ടിക്കുന്ന സംഘങ്ങൾ പലയിടത്തും പതിയിരിക്കുന്നുണ്ട്. കൊല്ലം അഞ്ചലിൽ കഴിഞ്ഞ ദിവസം വീട്ടമ്മയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല കവർന്നത് ബൈക്കിലെത്തിയ 2 യുവാക്കളാണ്. ബൈക്ക് നിർത്തി വഴി ചോദിക്കുന്ന വ്യാജേന സംസാരിച്ച ശേഷമായിരുന്നു കവർച്ച. കേസിൽ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് പ്രതികൾക്കായി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. കൊല്ലം അഞ്ചൽ ഇടമുളയ്ക്കൽ സ്വദേശിനി ഗിരിജയുടെ മാലയാണ് ബൈക്കിലെത്തിയ യുവാക്കൾ മോഷ്ടിച്ചത്. ഗിരിജ കടയിൽ പോയി മടങ്ങവെ വീടിന് സമീപത്തെ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് ബൈക്കിലെത്തിയ 2 യുവാക്കൾ ബൈക്ക് നിർത്തി വഴി ചോദിക്കുന്ന വ്യാജേന സംസാരിച്ചു. അതിനിടെ ബൈക്കിന് പിന്നിലിരുന്ന യുവാവ് മാല വലിച്ചു പൊട്ടിക്കുകയായിരുന്നു. പിന്നീട് ബൈക്ക് അഞ്ചൽ ആയൂർ റോഡിലേക്ക് അമിത വേഗത്തിൽ ഓടിച്ചുപോയി. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ കടയിൽ നിന്ന് ഞാൻ സാധനം മേടിച്ച് വീട്ടിലെത്താറായപ്പോഴത്തേക്ക് 2 കക്ഷികൾ വന്ന് എന്നോട് വീട് സ്ഥലം ചോദിച്ചു. അത് ഏത് വഴി എങ്ങോട്ട് പോകുന്ന വഴിയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞത് അച്ഛനമംഗലത്തോട്ട് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിൽ എത്ര കിലോമീറ്റർ വരും എന്ന് വെച്ച് ഞാൻ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് തീരുന്നതിന് മുന്നേ തന്നെ പുറവശത്തോടെ വന്ന് മാല പൊട്ടിച്ച് മറ്റേ കക്ഷി അപ്പോൾ തന്നെ വണ്ടി സ്റ്റാർട്ടാക്കുന്നു. പൊട്ടിച്ച കക്ഷി മാല അങ്ങോട്ട് അപ്പോഴേ ഇതുവഴി അങ്ങ് പോവുകയാണ്. ഗിരിജയുടെ നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് അഞ്ചൽ പോലീസിനെ വിവരം അറിയിച്ചത്. തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു.
ന്യൂസ് 18 പുനലൂർ. പോലീസ് പട്രോളിന് പോകുന്നത് മലപ്പുറം മക്കരപ്പറമ്പിലേക്കാണ്. മക്കരപ്പറമ്പിൽ വയോധികൻ ആൾമറയില്ലാത്ത കിണറ്റിൽ വീണ സംഭവത്തിൽ പല സംശയങ്ങളുമുണ്ട്. മോഷ്ടിക്കാൻ പോയപ്പോൾ അബദ്ധത്തിൽ കിണറ്റിൽ വീണതാകാമെന്നാണ് നിഗമനം. പുലർച്ചെ കിണറ്റിൽ വീണ കോട്ടയം സ്വദേശി നാസറിനെ പോലീസും ഫയർഫോഴ്സും ചേർന്ന് രക്ഷപ്പെടുത്തി. പുലർച്ചെ 2:30 നാസർ സമീപത്തെ വീട്ടിൽ മതിൽ ചാടുന്ന CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മക്കരപ്പറമ്പ് അമ്പലപ്പടിയിൽ കഴിഞ്ഞ ദിവസം വൃത്തിയാക്കിയ ആൾമറയില്ലാത്ത കിണർ രാവിലെ സ്ഥലമുടമ പരിശോധിക്കാനെത്തിയപ്പോഴാണ് ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ഒരാൾ കിണറ്റിൽ വീണ് കിടക്കുന്നു. എന്താണ് സംഭവമെന്നറിയാൻ പ്രദേശവാസികൾ സമീപത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ കിണറ്റിൽ കിടക്കുന്ന ആളോട് സാദൃശ്യമുള്ള ഒരാൾ മതിൽ ചാടുന്നത് കാണാം. കിണറ്റിൽ വീണതും മതിൽ ചാടിയതും നാസർ തന്നെയെന്ന് ആളുകൾക്ക് വ്യക്തമായി. പുലർച്ചെ 2:30 അടുത്ത വീട്ടിലെ മതിലെടുത്ത് ചാടുന്നുണ്ട് 60 വയസ്സ് പിന്നിട്ട നാസർ. ഇതിനു പിന്നാലെയാണ് കിണറ്റിൽ വീണതെന്നാണ് നിഗമനം. നാസറിനെ രക്ഷിക്കാൻ നാട്ടുകാർ കോണി ഇറക്കി കൊടുത്തു. കാലിന് പരിക്കേറ്റത് മൂലം കയറാൻ വയ്യ. പിന്നീട് ഫയർഫോഴ്സ് എത്തി രാവിലെ 11 മണിയോടെ കിണറ്റിലേക്ക് വലയിറക്കി. അതിൽ കയറ്റിയാണ് നാസറിനെ പുറത്തെത്തിച്ചത്. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണെന്നാണ് നാസറിന്റെ അവകാശവാദം. കോട്ടയം സ്വദേശിയായ നാസർ തെങ്ങ് വലിച്ചു കെട്ടുന്ന ജോലിയെടുത്ത് വർഷങ്ങളായി മക്കരപ്പറമ്പിലാണ് താമസം. മോഷണശ്രമമായിരുന്നുവെന്നും മങ്കട പോലീസ് പരിശോധിക്കുന്നുണ്ട്. ന്യൂസ് 18 മലപ്പുറം. സംസ്ഥാനത്ത് ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി പോലീസിന്റെ ലഹരി വേട്ട തുടരുകയാണ്. ലഹരി സംഘങ്ങളെ പിടികൂടുന്നതിനൊപ്പം അതിന്റെ ഉറവിടം തേടിയും അന്വേഷണം നടക്കും. പാലക്കാട് പട്ടാമ്പിയിൽ 148 ഗ്രാം MDMA പിടികൂടിയ കേസിൽ പോലീസിന് അന്വേഷണം എത്തിയത് ഗോവയിലാണ്. ലഹരി മാഫിയയിലെ പ്രധാന കണ്ണിയെ പട്ടാമ്പി പോലീസ് ഗോവയിൽ നിന്നും പിടികൂടി. പ്രഭാപുരം സ്വദേശി മുഹമ്മദ് ഫായിസാണ് അറസ്റ്റിലായത്. പട്ടാമ്പിയിൽ 148.15 ഗ്രാം MDMA പിടികൂടിയ കേസിലാണ് പട്ടാമ്പി പോലീസിന്റെ തന്ത്രപരമായ നീക്കത്തിൽ ഒരാൾ കൂടി പിടിയിലായത്. കൊപ്പം പ്രഭാപുരം സ്വദേശി 24 വയസ്സുകാരൻ മുഹമ്മദ് ഫായിസിനെയാണ് പട്ടാമ്പി പോലീസ് ഗോവയിലെത്തി പിടികൂടിയത്. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ മുതുതലയിൽ നിന്നും 11.54 ഗ്രാം MDMAയുമായി മണ്ണിങ്ങോട് സ്വദേശി അക്ബറിനെ നേരത്തെ പിടികൂടിയിരുന്നു. തുടർന്ന് ഇയാൾക്ക് ലഹരിമരുന്ന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് മൊത്തക്കച്ചവടക്കാരായ മലപ്പുറം അനന്താവൂർ സ്വദേശി ഹാരിസ്, വളാഞ്ചേരി സ്വദേശി അൻഷിഫ് എന്നിവരെ പട്ടാമ്പിയിലെത്തിച്ച് പിടികൂടുകയും ഇവരിൽ നിന്ന് 148.15 ഗ്രാം MDMA കണ്ടെടുക്കുകയും ചെയ്തു. ബംഗളൂരുവിൽ നിന്നും ലഹരി മരുന്ന് കൊണ്ടുവരാൻ ഇവർക്ക് സഹായം ചെയ്യുന്ന വളാഞ്ചേരി വലിയകുന്ന് സ്വദേശി മുഹമ്മദ് ഫജാസിനെയും പിന്നീട് പോലീസ് പിടികൂടി. പട്ടാമ്പി മേഖലയിലെ ഏജന്റുമാർക്ക് MDMA എത്തിച്ചു നൽകുന്ന ഇവർക്ക് മൊത്തമായി ലഹരി മരുന്ന് വിതരണം ചെയ്യുന്ന ആളാണ് ഇപ്പോൾ പിടിയിലായ മുഹമ്മദ് ഫായിസ് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പട്ടാമ്പി. പെരുമ്പാവൂർ തൊഴിൽ പീഡന കേസിൽ വഴിത്തിരിവ്. തൊഴിൽ പീഡനം നടക്കുന്നുവെന്ന ആരോപണമുന്നയിച്ച മുൻ മാനേജർ മനാഫും കമ്പനി ഉടമയും തമ്മിലുള്ള തർക്കമാണ് വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ മനാഫിനെ കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. മനാഫാണ് ഇത്തരം പീഡനം നടത്തിയതെന്ന് ചില ജീവനക്കാർ പോലീസിൽ പരാതിപ്പെട്ടിരുന്നു. സംഭവത്തിൽ തൊഴിൽ വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്.
പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന കെൽട്രോ എന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയിൽ ജീവനക്കാരെ പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത് മനാഫായിരുന്നു. ഉദ്ദേശിച്ച രീതിയിൽ വിൽപ്പന നടത്താത്തവരെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു എന്നാണ് മനാഫ് ആരോപിച്ചത്. എന്നാൽ മനാഫാണ് ഇങ്ങനെ ചെയ്യിച്ചതെന്ന ആരോപണവുമായി ജീവനക്കാർ രംഗത്തെത്തിയതോടെ ചിത്രം മാറി. മനാഫിനെതിരെ 2 കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ആദ്യത്തേത് ദൃശ്യങ്ങളിൽ കണ്ട ചെറുപ്പക്കാരുടെ പരാതി. വീഡിയോ ദൃശ്യത്തിൽ കണ്ട യുവാക്കളെ പോലെ തന്നെയും പീഡിപ്പിച്ചെന്ന ഒരു വനിതാ ജീവനക്കാരുടെ മൊഴിയിലാണ് രണ്ടാമത്തെ കേസ്. ഇതോടുകൂടിയാണ് മനാഫ് ഒളിവിൽ പോയത്. നല്ലതുപോലെ ജോലി ചെയ്യാത്തതിനല്ല, വീടുകൾ കയറിയിറങ്ങിയുള്ള വിൽപ്പനയ്ക്ക് മാനസികമായി തയ്യാറാക്കാനെന്ന് പറഞ്ഞാണ് മനാഫ് ഇങ്ങനെ ചെയ്യിപ്പിച്ചതെന്നാണ് ജീവനക്കാരുടെ പരാതി. ഇതല്ലാതെ തങ്ങളെ ആരും തൊഴിൽ പീഡനത്തിന് ഇരയാക്കിയിട്ടില്ലെന്നായിരുന്നു ദൃശ്യങ്ങളിൽപ്പെട്ട യുവാക്കൾ അവകാശപ്പെടുന്നത്. സംഭവത്തിൽ അവ്യക്തതയും ദുരൂഹതയുമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. ആരു പറയുന്നതാണ് ശരിയെന്നതിൽ വ്യക്തതയില്ല. അതേസമയം തൊഴിൽ വകുപ്പ് കേസെടുത്തിട്ടില്ല. മനാഫും കമ്പനി ഉടമയും തമ്മിലുള്ള തർക്കമാണ് വീഡിയോയ്ക്ക് പിന്നിലെന്നാണ് അവരുടെ നിലപാട്. നിലവിൽ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആരും തൊഴിൽ പീഡനം സംബന്ധിച്ച് പരാതിയും നൽകിയിട്ടില്ലത്രേ. വിവാദത്തിലായ കെൽട്രോ കമ്പനി ഇപ്പോൾ നിലവിലില്ല. ഈ കമ്പനിക്ക് സാധനങ്ങൾ വിതരണം ചെയ്ത ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ് എന്ന സ്ഥാപനത്തിലെ മുഴുവൻ ജീവനക്കാരുടെയും രേഖകൾ ഹാജരാക്കാനും തൊഴിൽ വകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. NIA ചോദ്യമുനയിലാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുമായി റാണ ഇമെയിലിലൂടെ നടത്തിയ ആശയവിനിമയവും ഇരുവരും തമ്മിലുള്ള ഫോൺ സംഭാഷണങ്ങളുടെയും വിവരങ്ങൾ NIA കോടതിക്ക് കൈമാറി. NIA പ്രത്യേക കോടതി റാണയെ 18 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടത്. റാണയെ അമേരിക്കൻ ഉദ്യോഗസ്ഥർ NIAക്ക് കൈമാറുന്നതിന്റെ ദൃശ്യങ്ങൾ CNN ന്യൂസ് 18 പുറത്തുവിട്ടു. NIA ആസ്ഥാനത്ത് അതീവ സുരക്ഷാ സെല്ലിലാണ് തഹാവൂർ ഹുസൈൻ റാണ ഇപ്പോഴുള്ളത്. NIA DG സദാനന്ദിന്റെ നേതൃത്വത്തിലുള്ള സംഘം റാണയെ ചോദ്യം ചെയ്തു തുടങ്ങി. മുംബൈ ഭീകരാക്രമണത്തിന് മുൻപും ശേഷവും തഹാവൂർ റാണയും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും സന്ദേശങ്ങൾ കൈമാറിയിരുന്നു. ഇമെയിലിലൂടെയും ഫോൺ സംഭാഷണങ്ങളിലൂടെയുമുള്ള ഇരുവരുടെയും ആശയവിനിമയം സംബന്ധിച്ച വിവരങ്ങൾ NIAയുടെ കൈവശമുണ്ട്. ഇതുവച്ചാണ് പ്രാഥമിക ചോദ്യം ചെയ്യൽ. മുംബൈക്ക് പുറമെ മറ്റിടങ്ങളിലും ആക്രമണങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നെന്ന് ശബ്ദ സന്ദേശങ്ങളിൽ വ്യക്തം. മുംബൈയിൽ ഇമിഗ്രേഷൻ വിസ ഓഫീസ് തുറക്കാൻ ഹെഡ്ലിയെ സാമ്പത്തികമായി സഹായിച്ചത് തഹാവൂർ റാണയാണ്. ഇതിലെല്ലാം കൂടുതൽ വിശദാംശങ്ങൾ പുറത്തുവരണം. മുംബൈ ഭീകരാക്രമണത്തിന്റെ മാസ്റ്റർ ബ്രെയിൻ ആരുടെ? ISIയുടെ അറിവോടെയായിരുന്നു ആക്രമണം. അണിയറയിൽ പ്രവർത്തിച്ചത് ആരെല്ലാം? സാമ്പത്തിക സഹായങ്ങൾ വന്ന വഴിയേത്? ഇന്ത്യയിൽ ഭീകരർക്ക് സഹായം നൽകിയത് ആരൊക്കെ? ഈ ചോദ്യങ്ങൾക്കെല്ലാം റാണ NIAയോട് മറുപടി പറയുമോ എന്നതാണ് നിർണായകം. റാണയിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ ഓരോ ദിവസവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ ധരിപ്പിക്കും. അജിത് ഡോവലിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് നടപടികൾ. ദില്ലി പാട്യാല ഹൌസിലെ പ്രത്യേക NIA കോടതിയിൽ 2.5 മണിക്കൂറോളമാണ് നടപടികൾ നീണ്ടത്. NIA 20 ദിവസത്തെ കസ്റ്റഡിയാണ് ആവശ്യപ്പെട്ടത്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദ്രജിത് സിംഗ് 18 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചു. റാണയെ ഇന്ത്യയിലെത്തിക്കാൻ നിയമ നടപടികൾക്ക് നേതൃത്വം നൽകിയ നരേന്ദർമാൻ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായി ഹാജരായി. റാണയ്ക്ക് അഭിഭാഷകനായ പീയൂഷ് സച്ദേവയുടെ നിയമസഹായവും ലഭിച്ചു. അതിനിടെ അമേരിക്കയിൽ വെച്ച് NIAക്ക് റാണയെ കൈമാറുന്നതിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു. ചിത്രങ്ങളിൽ റാണയുടെ കാലുകൾ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. ന്യൂസ് 18 ഡൽഹി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായ പോക്സോ കേസ് ഹൈക്കോടതി റദ്ദാക്കി. വാർത്താ പരമ്പര സതുദ്ദേശത്തോടെയെന്ന് നിരീക്ഷിച്ചാണ് 6 ജീവനക്കാർക്കെതിരായ കേസ് സിംഗിൾ ബെഞ്ച് അസാധുവാക്കിയത്. പൂജപ്പുര SCയെ കുത്തിയ സംഭവത്തിൽ പ്രതി ശ്രീജിത്ത് ഉണ്ണി കോടതിയിൽ ഹാജരായി. തിരുവനന്തപുരം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊല്ലം കരുനാഗപ്പള്ളിയിൽ യൂത്ത് കോൺഗ്രസ് നേതാവിന് കുത്തേറ്റു. യൂത്ത് കോൺഗ്രസ് കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം സെക്രട്ടറി ഷാഫി മുരുകാലയത്തിനെ കുത്തിയ അയൽവാസി അൻസാർ അറസ്റ്റിൽ. കൊല്ലം പുനലൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാൾ മരിച്ചു. കാര്യറ സ്വദേശി സുരേഷ് കുമാറാണ് മരിച്ചത്.
കോതമംഗലത്ത് 17 കിലോ കഞ്ചാവുമായി 2 പേർ പോലീസിന്റെ പിടിയിൽ. പിടിയിലായത് ബംഗാൾ സ്വദേശികളായ മോസ്ലിൻ ഷെയ്ഖ്, മന്നൻ ഹുസൈൻ എന്നിവർ. നമ്മുടെ നാട്ടിലെ പല വീടുകളിലും ദാമ്പത്യ പ്രശ്നങ്ങൾ കൊല്ലും കൊലയിലും ആത്മഹത്യയിലും കലാശിക്കുന്ന കാഴ്ചകൾ കാണാം. അല്ലെങ്കിൽ വിവാഹമോചനം. ഒന്നിച്ചു പോകേണ്ട ദാമ്പത്യ ജീവിതം പലരുടെയും അതിജീവനത്തിനായുള്ള പോരാട്ടമായി മാറുന്നുണ്ട്. കേരളത്തിൽ വിവാഹമോചന കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിക്കുന്നു. കഴിഞ്ഞ വർഷം, അതായത് 2024 മാത്രം 16,000-ലധികം വിവാഹമോചന കേസുകളാണ് സംസ്ഥാനത്തെ വിവിധ കുടുംബ കോടതികളിലെത്തിയത്. അതിന് പല കാരണങ്ങൾ കാണാം. ഇതിൽ സമൂഹത്തിൻ്റെ മാറ്റത്തെയും ആധുനിക ജീവിതശൈലിയെയും സോഷ്യൽ മീഡിയയുടെ കടന്നുവരവിനുമൊക്കെ പഴിചാരുന്നവരുണ്ട്. സംസാരിച്ചു തീർക്കാവുന്ന പ്രശ്നങ്ങളെ പല കുടുംബങ്ങളിലും കാണും. പക്ഷേ ഇവിടെ കൂടുതലും ഇരകളാവുന്നത് സ്ത്രീകളാണ്. മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഇരുട്ടിലാകുന്നത് കുഞ്ഞുങ്ങളുടെ ജീവിതമാണ്. നമ്മുടെ വ്യക്തിപരമായ ഈഗോ, പരസ്പരം കുറ്റപ്പെടുത്തൽ, സ്വാർത്ഥത എന്നിവയെ മാറ്റി നിർത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ എല്ലാ വീടുകളിലുമുണ്ട്. ഇതോടെ പോലീസ് പെട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.